Hi everyone, I'm Fadwa Dimesi from Tunisia. I'm a handicraft designer. I make traditional clothes. I'm very excited to participate for the first time in the 11th edition of Sergalia International Arts and Craft Festival. See you there from the 22nd of December 2023 to the 8th of January 2024. See you soon. Thank you. സർഗാലയുടെ 11ാമത് കരകൗശല മേളയാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ 22-ാം തീയതി മുതൽ അടുത്ത മാസം 8-ാം തീയതി വരെ നടക്കുന്ന ഈ മേള സാധാരണ നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്നതുപോലെ സർഗാലയ തുടങ്ങിയിട്ടുള്ള ആ സമയം മുതൽ ഇപ്പോൾ 11ാമത് എന്ന് വെച്ചാൽ കോവിഡിൻ്റെ 2 വർഷമായിരുന്നു നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ കാലങ്ങളിലും നടത്തിയിട്ടുണ്ട്. വളരെ വലിയ തിരക്കേറിയിട്ടുള്ള മേളയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ സന്ദർശകരെത്തുകയും അതേപോലെ തന്നെ ഇതിൽ നെതർലാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻ്റെ ലോകത്തെ ഏറ്റവും മികച്ച 100 സുസ്ഥിര വികസന സ്റ്റോളുകൾ ഇടം തേടി അന്താരാഷ്ട്ര നേട്ടത്തിൻ്റെ നിറവിലാണ് സർഗാലയുടെ 11ാമത് വാർഷികം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല, പുറത്തു നിന്നും 11 രാജ്യങ്ങളിൽ നിന്നും 25ഓളം സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ഈ കരകൗശല മേള ഇവിടെ എത്തുന്നത്. എല്ലാ രീതിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ മേള നടത്തുന്നത്. സാധാരണത്തെ പോലെ തന്നെ നമുക്കൊരു ചെറിയ പ്രശ്നം ഉള്ളത് ഇപ്പോൾ റോഡിൻ്റെയാണ്. പക്ഷേ അത് വലിയ തിരക്കാവില്ല. നമുക്ക് അണ്ടർപാസ് എല്ലാം തന്നെ ഇപ്പോൾ സൗകര്യം ആയിട്ടുണ്ട്. അതിന് ആ രീതിയിലേക്കുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണം ഇതിന് പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ നമുക്ക് കരകൗശലമേള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയതും ഇന്ത്യയിലെ 2ാമത്തേത് ആണ് എന്നുള്ള ഒരു പ്രത്യേകത നമുക്കുണ്ട് എന്നുള്ളതാണ്. അതിലൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടം തന്നെയാണ് നമുക്ക് അത് എന്നുള്ളതാണ്. സർഗാലയുടെ 11ാമത് എഡിഷൻ വാർഷിക കരകൗശല മേളയാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 22-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ്. 400-ൽ പരം കരകൗശല വിദഗ്ധർ ഒരുക്കുന്ന കരകൗശല പ്രദർശന വിപണന മേളയാണ്. ഭാരത സർക്കാർ വസ്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡെവലപ്മെൻറ്റ് കമ്മീഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഒരുക്കുന്ന കരകൗശല പ്രദർശനം, അതേപോലെ തന്നെ സർക്കാരിൻ്റെ വനം വന്യജീവി വകുപ്പിൻ്റെ ഒരു പവലിയൻ ഇതിൽ വരുന്നുണ്ട്. അത് സമഗ്ര ശിക്ഷ കേരള ഒരുക്കുന്ന സംസ്ഥാന ജേതാക്കളുടെ എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയ മേളയിൽ സംസ്ഥാനത്ത് 1ഉം 2ഉം സ്ഥാനം കിട്ടിയിട്ടുള്ള കുട്ടികളുടെ അന്ന് അവർ എന്താ പറയുക, അവരുടെ പ്രവൃത്തി പരിചയത്തിൽ ഒരുക്കിയിട്ടുള്ള സാധനങ്ങൾ കൂടെ അത് പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് വരെ പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകൾ വരെ ഇതിലേക്ക് അവരുടെ ശ്രദ്ധ ഇതിലേക്ക് എത്തിക്കുകയും ആ രീതിയിൽ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് കുട്ടികളെ കൂടി ഈ മേളയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ പ്രാവശ്യം ഉള്ള ഒരു പ്രത്യേകത സാധാരണയായിട്ട് താൽക്കാലികമായിട്ടുള്ള ഷെഡുകളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഈ പ്രാവശ്യം പെർമനൻ്റായിട്ട് തന്നെ അത് സ്ഥിരം ഉള്ള ഒരു ഷെഡും ബാക്കിയുള്ള സ്റ്റാളുകളെല്ലാം തന്നെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്റ്റാളുകളും എല്ലാം തന്നെ നമ്മൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വർഷത്തിൽ നടത്തുന്ന ഈ പരിപാടിയിനേക്കാളും അപ്പുറം ഒരു പ്രത്യേക ദിനങ്ങളിൽ അത് ഓണപരിപാടിയാണെങ്കിൽ, അതേപോലെ ഏതെങ്കിലും ഫെസ്റ്റിവലിൻ്റെ പരിപാടിക്ക്, പെരുന്നാളാണെങ്കിൽ, ക്രിസ്മസ് ആണെങ്കിൽ എല്ലാം തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പരിപാടി വെക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ മറ്റ് സാധനങ്ങൾ വില കൊടുത്ത് റെൻറ്റിന് വാങ്ങേണ്ടുന്ന ഒരു സ്ഥിതി വരില്ല എന്നുള്ളതാണ്. സർഗാലയ നമ്മുടെ എല്ലാം തന്നെ അഭിമാനമാണ്, വലിയ നേട്ടം തന്നെയാണ് അത് എന്നുള്ളതാണ്. ഇവിടെ കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുക, അത് വിൽപ്പന നടത്തുക, ആ മേള നടത്തുക, മറ്റുള്ള സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും എല്ലാം തന്നെ ആകർഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള കരകൗശലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കലാകാരന്മാർക്ക് എല്ലാ കാലങ്ങളിലും
അവർക്കിവിടെ പ്രവൃത്തി നടത്തുന്നു, ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നു, അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ക്ലാസ് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ക്രാഫ്റ്റ് വില്ലയിൽ എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഇതിനുണ്ട് എന്നുള്ളതാണ്. ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് വലിയ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയാണ്. ഭക്ഷ്യമേളയുണ്ട് ഇതിൽ, ഗ്രീൻ മൊബിലിറ്റി എക്സ്പോ, കൂടാതെ വൈവിധ്യമേറിയ കലാപരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് കലാപരിപാടികൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയെല്ലാം തന്നെ നമുക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ പ്രാവശ്യത്തെ മേള നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. മുഴുവൻ ജനങ്ങളുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ പല സംസ്ഥാനങ്ങൾ നമുക്കറിയാം. ഈ മേളയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ശാലകളുണ്ട്. ഇതേപോലെയുള്ള തൊഴിൽമേള, കരകൗശല സാധനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കി നിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ നമുക്ക് പരിചയമുണ്ട്, അരിതിയിലായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ CBIയും അതേപോലെ തന്നെ മറ്റുള്ളവർ ഇതിൽ വിശദീകരിക്കും. ഇത് വേണ്ടല്ലോ, രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിൽ ഈ ടുണീഷ്യ, റഷ്യ, ഈജിപ്ത് അവർ പുതുതായിട്ട് വരുന്നതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ മുന്നിലത്തെ വർഷം ഉണ്ടായിരുന്ന ഉഗാണ്ട, ഇപ്രാവശ്യം ഉഗാണ്ട ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, ശ്രീലങ്കയാണ് നമ്മളൊരു പാർട്ണർ കൺട്രി ആയിട്ടുള്ളത്. അവരുടെ ഒരു 8ഓളം ആർട്ടിസ്റ്റന്മാരുടെ ഉൽപ്പന്നങ്ങൾ പിന്നെ പ്രദർശനത്തിന് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഇപ്രാവശ്യവും എല്ലാം സൗജന്യമാണ്. അവർക്ക് ഹട്ടിൻ്റെ പൈസയില്ല, സെയിൽസ് കമ്മീഷനും വാങ്ങിക്കുന്നില്ല. ശരിക്കും നമ്മൾ ഇപ്പോൾ നമുക്കൊരു പരിമിതി ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 158 സ്റ്റാളാണ് നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1000 പരം ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടിയതാണ്. പക്ഷേ നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഒരു സ്ഥലപരിമിതിയും മറ്റുള്ള കാരണം കൊണ്ട് നമ്മളത് പരിമിതപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ശരിക്കും നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കാത്ത പലരും ഇവിടെ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും അവർക്കിത് കിട്ടും എന്നുള്ളൊരു സാധ്യത തേടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ ഇപ്പം ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ നമ്മളിവിടെ പ്രാദേശിക കലാകാരന്മാർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള കലാപരിപാടികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയൊരു ഒരു എന്താ പറയുക, വിദ്യാർത്ഥി സമൂഹത്തിനിടയ്ക്ക് വലിയൊരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഈ കേരളത്തിലെ കരകൗശല മേഖല തളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ ടൂറിസം വികസിക്കുന്നതിനോടൊപ്പം വളരേണ്ട ഒരു മേഖലയായിട്ട് കൂടി കരകൗശല മേഖല തളരുക ചെയ്യുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഇവിടുത്തെ സംസ്കാരവും പുതിയ തലമുറയെ നമുക്ക് ഇതിനോട് ഒരു ആകർഷണം തോന്നാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്പോണൻറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. പുതിയ തലമുറ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ നമുക്ക് കൂടുതൽ ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വലിയൊരു സാധ്യതയാണ് കേരളത്തിൽ ഈ കരകൗശല മേഖലയ്ക്കുള്ളത്. കാരണം നമുക്കറിയാം ടൂറിസം ഏറ്റവും കൂടുതൽ വളരുന്ന മേഖല ടൂറിസമാണ്. അത് നമുക്ക് ആ സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനോട് തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും ഒന്നിൽ കൂടുതൽ പരിപാടികൾ നമുക്ക് നടത്താൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വിവിധ ക്ലാസ്സുകൾ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്രാവശ്യത്തെ നമ്മൾ മേള ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MLA തന്നെയാണ്. അതിൻ്റെ അധ്യക്ഷം വഹിക്കേണ്ടത് നമ്മൾ പയ്യോളി മുനിസിപ്പൽ ചെയർപേഴ്സൺ അബ്ദുൽ ഖാദർ സാഹിബാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കലക്ടറാണ് ഇൻ്റർനാഷണൽ പവലിയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ നബാർഡിൻ്റെ പവലിയൻ അതിൻ്റെ CGM ചെയ്യുന്നുണ്ട്. അതുപോലെ ഡോക്ടർ ജയരാജാണ് നമ്മൾ പൈതൃക സ്റ്റാള് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് നബാർഡിൻ്റെ സപ്പോർട്ടുണ്ട്. നബാർഡിൻ്റെ ഏകദേശം 18ഓളം സ്റ്റാളുകൾ നബാർഡ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ടെക്സ്റ്റൈൽ മിനിസ്ട്രിയുടെ 25 സ്റ്റാള് അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കേരള ടൂറിസം നമുക്ക് 8 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. സെൻട്രൽ ടൂറിസത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പൈസ കിട്ടിയിരുന്നു. ഇപ്രാവശ്യം അവർ എനിക്ക് തോന്നുന്നു അത് 2 ദിവസം കൊണ്ട് അത് ഓർഡർ ആവുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ മേള നടത്തുന്നത് നമ്മളിവിടെ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റന്മാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ നമുക്ക് എന്താ പറയുക, ഒരു മതിയായ ഒരു സെയിൽ കിട്ടുന്ന തരത്തിലേക്ക് ഒരു ആൾക്കൂട്ടം ഇവിടെ വരണം. കാരണം നമുക്ക് അതിനെക്കൊണ്ട്
അവരെ കൂടുതൽ ശരിയായിട്ട് നമുക്ക് കാര്യമില്ല. പക്ഷേങ്കിൽ അവരെ ഏറ്റവും ഒരു കൊല്ലത്തോളം അവരുടെ അധ്വാനം ഈ സർഗാലയിലെ മേളയ്ക്ക് വേണ്ടി മാത്രം ചിലവാക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നങ്ങൾ മൊത്തം വിറ്റഴിക്കുമെന്നും അവരുടെ ഒരു വർഷത്തെ വരുമാനം ഇതിനു കൊണ്ട് മതിയാവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. നേരത്തെ ഇപ്പോൾ മേഡം പറഞ്ഞ പോലെ നമ്മൾ റോഡിൻ്റെ കുറച്ച് ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക ലിമിറ്റേഷൻസൊക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പർച്ചേസിങ് കവറോട് വരുന്ന ഒരു മേളയാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.